വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയുടെ പേരെന്ത്? സങ്കൽപ് പത്ര. IPL ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീം എന്ന നേട്ടം കൈവരിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ അറ്റ്ലാന്റ് അന്താരാഷ്ട്ര വിമാനത്താവളം. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 10 വിമാനത്താവളങ്ങളിൽ ഒന്നാമതായ ഇന്ത്യൻ വിമാനത്താവളം ഇത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. ഹൈബ്രിഡ് പിച്ച് സാങ്കേതിക വിദ്യയുള്ള ആദ്യ ഇന്ത്യൻ വേദിയായി മാറിയ സ്റ്റേഡിയം ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം. ഹെൽത്ത് മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് 50:50 സംയുക്ത സംരംഭം സ്ഥാപിക്കുന്നതിന് ബ്ലാക്ക് റോക്കുമായി സഹകരിച്ച് പ്രവർത്തിച്ച സാമ്പത്തിക കമ്പനി ഏത്? ജിയോ ഫിനാൻഷ്യൽ സർവീസസ്. ഭാരത് പേയുടെ CEO ആയി നിയമിതനായതാര്? നളിൻ നേഗി. ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് 97 നിർമ്മിത LCA Mark 1A ഫൈറ്റർ ജെറ്റുകളുടെ ടെൻഡർ സ്വീകരിച്ചത്? ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്. ഏത് എയർലൈനിന്റെ മൊബൈൽ ആപ്പാണ് 11ാമത് വാർഷിക ഏഷ്യ പസഫിക് സ്റ്റീവി അവാർഡിൽ സ്വർണം നേടിയത്? എയർ ഇന്ത്യ. IMF പ്രവചിച്ച ഇന്ത്യയുടെ ഈ വർഷത്തെ വളർച്ചാ നിരക്ക് എത്ര? 6.8%. 2024 ഏപ്രിലിൽ കേരളത്തിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഏത്? കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ്. സ്വീഡനിലെ ലിങ്കോപ്പിംഗ് സർവകലാശാല ഗവേഷകർ സൃഷ്ടിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപ്പാളിയുടെ പേര്? ഗോൾഡൻ. 2024 മെനിഞ്ചൈറ്റിസിനെതിരെ നൈജീരിയ പുറത്തിറക്കിയ പുതിയ വാക്സിൻ ഏത്? MEN5CV. മെനിഞ്ചൈറ്റിസിനെതിരെ വാക്സിൻ പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? നൈജീരിയ. T20 ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ ബാറ്റർ ആര്? രോഹിത് ശർമ്മ. എത്ര സിക്സറുകൾ നേടിയാണ് രോഹിത് ശർമ്മ ഈ നേട്ടം കൈവരിച്ചത്? 500 സിക്സറുകൾ. IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും കൈവരിച്ച മൂന്നാമത്തെ താരമാര്? സുനിൽ നരൈൻ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. IPL ഒരു സെഞ്ചുറിയും ഹാട്രിക് വിക്കറ്റ് നേട്ടവും ആദ്യം കൈവരിച്ച താരങ്ങളാരൊക്കെ? രോഹിത് ശർമ്മ, ഷെയ്ൻ വാട്സൺ. ശാരീരികവും മാനസികവുമായ വിശ്രമം ആവശ്യപ്പെട്ട് IPL നിന്ന് അവധിയെടുത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഓസ്ട്രേലിയൻ താരമാര്? ഗ്ലെൻ മാക്സ്വെൽ. ലോക പൈതൃക ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 18. 2024 ലോക പൈതൃക ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. 2024 ഏപ്രിലിൽ ടൈം മാഗസിൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ ലിസ്റ്റിൽ ഇടം നേടിയ ഇന്ത്യൻ കായിക താരമാര്? സാക്ഷി മാലിക്, ഗുസ്തി. ടൈം മാഗസിന്റെ ലിസ്റ്റിൽ ഇടം നേടിയ മറ്റ് ഇന്ത്യക്കാർ ആരെല്ലാം? അജയ് ബംഗ, ആലിയ ഭട്ട്, സത്യനാഥല്ലേ. 2024 ഏപ്രിലിലെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയിൽ ലോകത്ത് 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 144.17 കോടി. ജനസംഖ്യയിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ചൈന.
ആരെയാണ് IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുത്തത്? ക്രിസ്റ്റലീന ജോർജിയവ. ഭിന്നലിംഗക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ എത്ര അംഗ സമിതിയാണ് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്? 6 അംഗ സമിതി. കൃഷിക്ക് ആവശ്യമായ പമ്പ് സെറ്റ് സൗജന്യമായി സൗരോർജ വൈദ്യുതിയിലേക്ക് മാറ്റുന്ന പദ്ധതി ഏത്? PM കുസും പദ്ധതി. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ ഇംഗ്ലീഷ് ഹിന്ദി വാർത്താ ചാനലുകളുടെ ലോഗോയുടെ പുതിയ നിറമെന്ത്? കാവി നിറം. 2024 ഏപ്രിലിൽ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടതാര്? സജന സംഗി. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിന് വേണ്ടി 250 മത്സരങ്ങൾ കളിച്ച രണ്ടാമത്തെ താരം എന്ന നേട്ടം കൈവരിച്ചത്? MS ധോണി. ഇക്കഴിഞ്ഞ ഐ ലീഗ് ഫുട്ബോൾ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? അലക്സ് സാഞ്ചസ്. ഐ ലീഗ് ഫുട്ബോളിലെ ഏത് ടീമിന്റെ സ്പാനിഷ് താരമാണ് അലക്സ് സാഞ്ചസ്? ഗോകുലം കേരള ക്ലബ്. ലോക കരൾ ദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? ഏപ്രിൽ 19. 2024 ലോക കരൾ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ബി വിജിലന്റ്, ഗെറ്റ് റെഗുലർ ലിവർ ചെക്കപ്സ് ആൻഡ് പ്രിവെന്റ് ഫാറ്റി ലിവർ ഡിസീസസ്. അടുത്തിടെ അന്തരിച്ച കളിയാട്ടം സിനിമയുടെ തിരക്കഥാകൃത്തും ഗ്രന്ഥകാരനുമായ വ്യക്തിയാര്? ബൽറാം മട്ടന്നൂർ. 2024 ഏപ്രിലിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തി? വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. കവച് സുരക്ഷാ സംവിധാനം വികസിപ്പിച്ച ഓർഗനൈസേഷൻ? റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ RDSO. ബംഗാളിലെ കൊൽക്കത്ത മൃഗശാലയിലുള്ള അക്ബർ സീത എന്നീ സിംഹങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ പേരുകൾ ഏതെല്ലാം? സൂരജ്, തനയ്യ. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 അവാർഡ് ജേതാവാര്? മുഹമ്മദ് സലേം. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ച സിനിമാ താരമാര്? അമിതാഭ് ബച്ചൻ. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏത്? ഏകാരോഗ്യ പദ്ധതി. കുവൈത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായതാര്? ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ്. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഇന്തോനേഷ്യ. 2024 ഏപ്രിലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരമേത്? അൽ ബാഷ കൊട്ടാരം. 2024 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ഖത്തർ. 2024 സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും മികച്ച പ്രാദേശിക വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്? കെംപഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ കഴിയാതെ വന്നതോടെ ബാഡ്മിന്റൺ കരിയർ അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ച ജപ്പാന്റെ മുൻ ലോക 1-ാം നമ്പർ താരമാര്? കെൻഡോ മെമോട്ടോ. പാരീസ് ഒളിമ്പിക്സിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ പരിക്കേറ്റ രാജ്യത്തിന്റെ മെഡൽ പ്രതീക്ഷയായ ലോങ് ജമ്പ് താരമാര്? M ശ്രീശങ്കർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം.
ജയ്പൂരിൽ നടന്ന മിസ് ടീൻ ദിവ മത്സരത്തിൽ മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ പട്ടം ലഭിച്ച അബുദാബിയിൽ താമസിക്കുന്ന മാവേലിക്കര സ്വദേശിയാര്? കെസിയ മെജോ. 2024 UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ പുരുഷന്മാരുടെ ആയുർദൈർഘ്യം എത്ര? 71 വയസ്സ്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം എത്ര? 74 വയസ്സ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്? കെ ഫോൺ. കെ ഫോണിന്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ്. ഉൽപ്പന്നത്തിന്റെ വില അതേപടി നിലനിർത്തി അതിന്റെ വലിപ്പമോ അളവോ കുറയ്ക്കുന്ന നിർമ്മാതാക്കളുടെ സമ്പ്രദായത്തെ സൂചിപ്പിക്കുന്ന പദം ഇത്? ശ്രിങ്ക്ഫ്ലേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനി ChatGPTയുടെ സൃഷ്ടാവായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരിയാര്? പ്രഗ്യ മിശ്ര. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏത്? അതുൽ ഗോയൽ സമിതി. സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി ഏത്? ട്രാൻസ്മുദ്ര. ഏത് ജില്ലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്? കോഴിക്കോട്. ദേശീയ സുരക്ഷാ സേനയുടെ പുതിയ മേധാവിയാര്? നളിൻ പ്രഭാത്. ആരെയാണ് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്തെ ശ്രദ്ധേയരായ ഇന്റലിന്റെ ഇന്ത്യ റീജിയൻ മേധാവിയായി നിയമിച്ചത്? സന്തോഷ് വിശ്വനാഥൻ. ദേശീയ സിവിൽ സർവീസ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഏപ്രിൽ 21. ലോക ഭൗമദിനമായി ആചരിക്കപ്പെടുന്നതെന്ന്? ഏപ്രിൽ 22. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാനറ്റ് വീസസ് പ്ലാസ്റ്റിക്. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട തെക്കേ അമേരിക്കൻ രാജ്യമേത്? ഇക്വഡോർ. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച പ്രത്യേക സോഫ്റ്റ്വെയർ ഏത്? പ്രതിബിംബ്. 2024 വേൾഡ് ഫ്യൂച്ചർ ഉച്ചകോടിക്ക് വേദിയായ ഗൾഫ് രാജ്യമേത്? അബുദാബി. 2024 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ക്രൂയിസ് മിസൈൽ ഏത്? നിർഭയ്. 7ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിച്ച വ്യക്തി? VG തമ്പി. VG തമ്പിക്ക് 7ാമത് കാക്കനാടൻ പുരസ്കാരം ലഭിക്കാനിടയാക്കിയ നോവൽ ഏത്? ഇതം പാരമിതം. 2024 ഏപ്രിലിൽ ആശാൻ യുവകവി പുരസ്കാരം ലഭിച്ച വ്യക്തി? സുബിൻ അമ്പിത്തറയിൽ. സുബിൻ അമ്പിത്തറയിലിന് ആശാൻ യുവകവി പുരസ്കാരം ലഭിക്കാനിടയാക്കിയ കാവ്യ സമാഹാരമേത്? ഉച്ചാന്തലമേലെ പുലർക്കാലെ. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ പാം സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്? അരുണാചൽ പ്രദേശ്. ഗുജറാത്തിലെ കച്ചിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ലോകത്ത് ജീവിച്ചിരുന്നവയിൽ ഏറ്റവും വലിയ പാമ്പിൻ്റെതാണെന്ന് കരുതുന്ന ഫോസിലിന് നൽകിയ പേരെന്ത്? വാസുകി ഇൻഡിക്കസ്. ഏത് IIT-യിലെ ഗവേഷകരാണ് ഗുജറാത്തിലെ കച്ചിൽ നിന്നും വാസുകി ഇൻഡിക്കസ് കണ്ടെത്തിയത്? IIT റൂക്ക്. ചെസ് ലോക ചാമ്പ്യനെ നേരിടേണ്ട ചലഞ്ചറെ കണ്ടെത്തുന്നതിനുള്ള കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ജേതാവായ ഇന്ത്യയുടെ 17കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ആര്? തോമരാജു ഗുഗേഷ്. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം
എന്ന നേട്ടം കൈവരിച്ചതാര്? ധോമരാജു ഗുഗേഷ്. ധോമരാജു ഗുഗേഷിന്റെ പ്രായം എത്ര? 17 വയസ്സ്. കാനഡിയേറ്റ് ചെസ് ടൂർണമെന്റിന്റെ വേദിയായ സ്ഥലം? കാനഡ. ചൈനീസ് ഗ്രാൻഡ് പ്രിയിൽ ഒന്നാമതായതോടെ ഈ സീസണിലെ 4ാം വിജയം സ്വന്തമാക്കിയ താരമാര്? മാക്സ് വെസ്റ്റപ്പൻ. 2024 ഏപ്രിലിൽ സൂര്യന്റെ അരികിൽ കൂടി കടന്നുപോയ വാൽ നക്ഷത്രമേത്? പോൺസ് ബ്രൂക്സ്. ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്ത്. സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നതാര്? ലോറൻസ് വോങ്. ഇന്ത്യയുടെ അടുത്ത നാവികസേന മേധാവിയാകുന്നതാര്? ദിനേശ് കുമാർ ത്രിപാഠി. 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഇന്തോനേഷ്യ. പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ ഇനമേത്? ബ്രേക്ക് ഡാൻസ്. 2024 ഏപ്രിലിൽ അങ്കാര F5 എന്ന റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമേത്? റഷ്യ. 2024 മൂന്നാമത് ലതാ ദീനനാഥ് മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്? അമിതാഭ് ബച്ചൻ. 3 മുതൽ 6 വയസ്സുവരെയുള്ള അംഗൻവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ പാഠ്യപദ്ധതി ഏത്? ആധാരശില. വാഹന അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി ഏത്? മദ്രാസ് ഹൈക്കോടതി. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ നൽകാവുന്ന മരുന്നുകളുടെ നിയന്ത്രണം സംബന്ധിച്ച് പരിശോധിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച സമിതി ഏത്? അതുൽ ഗോയൽ കമ്മിറ്റി. 2024 ഏപ്രിലിൽ പെർസ്വൽ 1RA3, പോൾജി 1-2 എന്നീ അത്യാധുനിക മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ച രാജ്യമേത്? ഉത്തര കൊറിയ. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമേത്? ട്രാൻസ്ബർഗ്, ഫ്രാൻസ്. തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പ് ഏത്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. IPL ചരിത്രത്തിൽ 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ബൗളർ ആര്? യുസ്വേന്ദ്ര ചഹൽ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായതാര്? നൈമ ഖാതൂൻ. 2024 ഏപ്രിലിൽ പ്രളയത്തെ തുടർന്ന് നാശനഷ്ടമുണ്ടായ ദക്ഷിണേന്ത്യൻ രാജ്യമേത്? ചൈന. ലോക പുസ്തക ദിനമായും പകർപ്പവകാശ ദിനമായും ആചരിക്കപ്പെടുന്നതെന്ന്? ഏപ്രിൽ 23. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നിങ്ങളുടെ വഴി വായിക്കുക. റീഡ് യുവർ വേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.